സങ്കീർത്തനങ്ങൾ ഒരു ധ്യാന പഠനം. സങ്കീർത്തനം സങ്കീർത്തനം ആത്മാവിനാശ്വാസ കീർത്തനങ്ങൾ സങ്കീർത്തനം. സങ്കീർത്തനങ്ങളെ പറ്റിയുള്ള ഈ പഠന പരമ്പരയിൽ ഇന്ന് നാം 144 സങ്കീർത്തനമാണ് ധ്യാന വിധേയമാക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ആ സങ്കീർത്തനം ഒന്ന് വായിച്ചുകൊണ്ട് അതിൻ്റെ പഠനം നമുക്ക് സമാരംഭിക്കാം. എൻ്റെ പാറയായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിനെ എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. എൻ്റെ ദൈവം, എൻ്റെ കോട്ടയും എൻ്റെ ഗോപുരവും എൻ്റെ രക്ഷകനും എൻ്റെ പരിചയം ഞാൻ ശരണമാക്കിയവനും എൻ്റെ ജനത്തെ എനിക്ക് കീഴാക്കി തരുന്നവനും അവൻ തന്നെ. യഹോവേ, മനുഷ്യനെ നീ ഗണ്യമാക്കുവാൻ അവനെന്ത്? മർത്യപുത്രനെ നീ വിചാരിപ്പാൻ അവൻ എന്തുമാത്രം? മനുഷ്യനൊരു ശ്വാസത്തിന് തുല്യമത്രേ, അവന്റെ ആയുഷ്കാലം കടന്നു പോകുന്ന നിഴൽ പോലെയാകുന്നു. യഹോവേ, ആകാശം ചായച്ചിറങ്ങി വരണമേ, പർവ്വതങ്ങൾ പുകയുവാൻ തക്കവണ്ണം അവയെ തൊടയണമേ. മിന്നലിനെ അയച്ചവയെ ചിതറിക്കണമേ, നിന്റെ അസ്ത്രങ്ങളെ അവയെ തോൽപ്പിക്കണമേ. ഉയരത്തിൽ തൃക്കൈ നീട്ടി എന്നെ വിടുവിക്കണമേ, പെരുവെള്ളത്തിൽ നിന്നും അന്യജാതിക്കാരുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. അവരുടെ വായ് ഭോഷ്ക് സംസാരിക്കുന്നു, അവരുടെ വലങ്കൈ വ്യാജമുള്ള വലങ്കൈയാകുന്നു. ദൈവമേ, ഞാൻ നിനക്ക് പുതിയൊരു പാട്ട് പാടും, 10 കമ്പിയുള്ള വീണ കൊണ്ട് ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും. നീ രാജാക്കന്മാർക്ക് ജയം നൽകുകയും നിന്റെ ദാസനായ ദാവീദിനെ ദോഷകരമായ വാളിങ്കിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നുവല്ലോ. അന്യജാതിക്കാരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ച് രക്ഷിക്കണമേ. അവരുടെ വായ് ഭോഷ്ക് സംസാരിക്കുന്നു, അവരുടെ വലങ്കൈ വ്യാജമുള്ള വലങ്കൈയാകുന്നു. ഞങ്ങളുടെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വരുന്ന തൈകൾ പോലെയും ഞങ്ങളുടെ പുത്രിമാർ അരമനയുടെ മാതിരിയായി കൊത്തിയ മൂലത്തൂണുകൾ പോലെയും ഇരിക്കട്ടെ. ഞങ്ങളുടെ കളപ്പുരകൾ വിവിധ ധാന്യം നൽകുവാൻ തക്കവണ്ണം നിറഞ്ഞിരിക്കട്ടെ. ഞങ്ങളുടെ ആടുകൾ ഞങ്ങളുടെ പുൽപ്പുറങ്ങളിൽ 1000-ആയും 10,000-ആയും പെറ്റുപെരുകട്ടെ. ഞങ്ങളുടെ കാളകൾ ചുമടി ചുമക്കട്ടെ. മതിൽ തകർക്കുന്നതും പടയ്ക്ക് പുറപ്പെടുന്നതും ഞങ്ങളുടെ വീതികളിൽ നിലവിളിയും ഇല്ലാതിരിക്കട്ടെ. ഈ സ്ഥിതിയിലിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്, യഹോവ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത് തന്നെ. ഈ സങ്കീർത്തനത്തിന്റെ ചരിത്ര പശ്ചാത്തലം 2 ശമൂവേലിന്റെ പുസ്തകം 5-ാം അധ്യായമാണെന്ന് പൊതുവെ കരുതുകയാണ്. 18-ാം സങ്കീർത്തനത്തോട് സാമ്യമുള്ള ഒരു സങ്കീർത്തനമാണിത്. ശൗലിന്റെ മരണശേഷം ഇസ്രായേലി പ്രഭുക്കന്മാർ വന്ന് ദാവീദിനെ മുഴുവൻ ഇസ്രായേലിനും രാജാവാക്കി തീർത്തു. 2-ാമത്തെ വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്. എൻ്റെ ജനത്തെ എനിക്ക് കീഴാക്കി തന്നവനും അവൻ തന്നെ. ദാവീദ് മുഴുവൻ ഇസ്രായേലിനും രാജാവായി തീർന്ന ശേഷം യെബൂസ്യരെയും ഫെലിസ്ത്യരെയും ദൈവസഹായത്താൽ കീഴ്പ്പെടുത്തി. 10-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, നിന്റെ ദാസനായ ദാവീദിനെ ദോഷകരമായ വാളിങ്കിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തുവല്ലോ എന്ന്. ദാവീദിന്റെ ജീവിതത്തിലെ 3 വിധ അനുഭവങ്ങളാണ് ഈ സങ്കീർത്തനത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ചിന്തകൾ. 1, യോദ്ധാവായ ദാവീദ് എന്നുള്ളതാണ്. 1-ാം വാക്യം, അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. പ്രാചീന കാലത്ത് വാളും അമ്പുമൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. വാള് കൈകൊണ്ട് ഉപയോഗിക്കുന്നു, അമ്പ് വിരല് കൊണ്ട് ഉപയോഗിക്കുന്നു. ഇവിടെ ദാവീദ് പറയുന്നു, ദൈവം യുദ്ധത്തിന് വേണ്ടി എൻ്റെ കൈകളെയും വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു എന്നുള്ളത്. യുദ്ധ മേഖലയിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് പരിശീലനം വളരെ അത്യന്താപേക്ഷിതമാണ്. പരിശീലനം സിദ്ധിച്ചിട്ടില്ലാത്ത ഒരു പടയാളി യുദ്ധത്തിൽ അമ്പേ പരാജിതനായിരിക്കും. പരിശീലനം ലഭിക്കാത്ത ഒരു പടയാളിക്ക് ആയുധം ശരിയായ നിലയിൽ ഉപയോഗിക്കാൻ സാധ്യമല്ല. ദാവീദ് പറയുന്നത്, എൻ്റെ പരിശീലകൻ സ്വർഗസ്ഥനായ ദൈവമാണ്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അധ്യാപകൻ ആരാണ് എന്നുള്ളത്, അല്ലെങ്കിൽ അവൻ അഭ്യസനം തികച്ച കളരി ഏതാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു മികച്ച സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങിയ ഒരു വ്യക്തിക്ക് അതിൻ്റെതായ ഒരു വിലയും നിലയുമില്ലേ. ഇവിടെ ദാവീദ് അഭ്യാസം പഠിച്ചത്, തൻ്റെ പരിശീലകനായിരുന്നത് മനുഷ്യരാരുമല്ല, സർവശക്തനായ ദൈവമാണ്. തൻ്റെ കൈക്ക് പരിശീലനം ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം.
ദാവീദിന്റെ ജ്യേഷ്ഠന്മാരൊക്കെ പടക്കളത്തിൽ യുദ്ധം ചെയ്തിരുന്നു. അവർക്കൊക്കെ ആ പട്ടാള ക്യാമ്പുകളിൽ ഒരുപക്ഷെ ആയുധം ഉപയോഗിക്കാനുള്ള പരിശീലനങ്ങൾ ലഭിച്ചിട്ടുണ്ടാവാം. നമ്മുടെ ഇവിടുത്തെ പോലീസുകാർക്കും പട്ടാളക്കാർക്കും അങ്ങനെയുള്ള സൈനിക ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം തന്നെ ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള പരിശീലനങ്ങൾ കൊടുക്കാറുണ്ട്. കാലികമായി അത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ദാവീദ് ശൗലിന്റെ സൈനികരിൽപ്പെട്ട വ്യക്തിയായിരുന്നില്ല. എന്നിട്ടും തൻ്റെ കൈകൾ കൊണ്ട് താൻ ഭംഗിയായി യുദ്ധങ്ങൾ നേരിടുന്നുണ്ട്. ചില തെളിവുകൾ നോക്കുക. ആദ്യമായി തനിക്ക് നേരിടേണ്ടി വന്ന ഒരു യുദ്ധം ഒരിക്കൽ ഒരു കരടിയും ഒരിക്കൽ ഒരു സിംഹവും തൻ്റെ നേരെ വന്നു എന്നുള്ളതാണ്. ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒന്നിനെ പിടിക്കുമ്പോൾ ഞാൻ പിന്നാലെ ചെന്ന് അവയെ അടിച്ചു, അവയുടെ വായിൽ നിന്ന് ആടിനെ വിടുവിച്ചു എന്നാണ് വായിക്കുന്നത്. ഒരു ചെറിയ ചെള്ളിനെ തല്ലുന്നത് പോലെ അവൻ തൻ്റെ കൈകൊണ്ട സിംഹത്തെ അടിക്കുന്നു, തൻ്റെ കൈകൊണ്ട് അവൻ കരടി അടിക്കുന്നു, അതിൻ്റെ വായിൽ നിന്ന് ആടിനെ പിടിച്ചെടുക്കുന്നു. ആ കൈയുടെ ബലം അവൻ്റെ സ്വതസിദ്ധമായ ബലമല്ല, ദൈവം നൽകിയ ബലമാണ്. ആ വിരല് കൊണ്ട് വിജയം നേടിയത് തന്റെ കായിക ബലം കൊണ്ടല്ല, ദൈവം നൽകിയ നിയോഗം കൊണ്ടാണ് എന്ന് ദാവീദ് ഇവിടെ തിരിച്ചറിയുകയാണ്. പരസ്യമായി ദാവീദ് രംഗത്ത് വരുന്ന ആദ്യ സംഭവം ഗോലിയാത്തുമായിട്ടുള്ള യുദ്ധത്തിലാണ്. അവിടെ തന്റെ കൈയെക്കുറിച്ച് പല പദങ്ങൾ എടുത്തു പറയുന്നുണ്ട്. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 40, 46, 47, 50 വാക്യങ്ങൾ. ദാവീദ് കയ്യിൽ കവിണയുമായി ഫെലിസ്ത്യനോട് അടുത്തു. യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. ദാവീദ് സഞ്ചിയിൽ കൈയിട്ട് ഒരു കല്ലെടുത്തു. ഇങ്ങനെ ദാവീദ് കവിണയും കല്ലും കൊണ്ട് ഫെലിസ്ത്യനെ ജയിച്ചു. കണ്ടോ, തൻ്റെ കൈ എന്ന പദം പല പ്രാവശ്യം അവിടെ ഉദ്ധരിക്കുകയാണ്. ദൈവം തന്നെ പരിശീലിപ്പിച്ചു എന്ന ബോധ്യത ദാവീദിനുണ്ടായിരുന്നു. തൻ്റെ പരിശീലകൻ ദൈവമായിരുന്നു എന്നുള്ളതിനാൽ തന്നെ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള പല പദങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ചിലത് നോക്കുക. യഹോവ എൻ്റെ കോട്ട, ഗോപുരം, പരിച ആകുന്നു. ഇതൊക്കെ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക പദങ്ങളാണ് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ദൈവത്തെ കോട്ട, ഗോപുരം, രക്ഷ, പരിച മുതലായ പദങ്ങളിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആ പദങ്ങൾ ഭൂതകാല രൂപത്തിലല്ല, വർത്തമാനകാലത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. യഹോവ എൻ്റെ പരിചയും ഗോപുരവും കോട്ടയും രക്ഷകനും ആകുന്നു. ആ പരിശീലകനായ ദൈവം പരിശീലനം നൽകിക്കൊണ്ട് ദാവീദിനോടൊപ്പം സദാസമയവുമുണ്ട് എന്ന ബോധ്യം ദാവീദിനുണ്ടായിരുന്നു. ദൈവത്തിന്റെ ചില യുദ്ധവിധങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ആ വാക്യം 6, മിന്നലിനെ അയച്ച് അവരെ ചിതറിക്കണമേ, നിന്റെ അസ്ത്രങ്ങൾ എയ്ത് അവരെ ചിതറിക്കണമേ. ദൈവമാണ് യുദ്ധം ചെയ്യുമായിരുന്നത്. 2 ദിനവൃത്താന്തം 20-17 നമ്മൾ അങ്ങനെ വായിക്കുന്നു. ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല, യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. ദാവീദ് പല ജനതകളുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. കനാന്യർ, മോവാബ്യർ, ഫെലിസ്ത്യർ, അമോന്യർ, അരാമ്യർ, ഏദോമ്യർ, അമാലേക്യർ തുടങ്ങിയ പല ജനതകളെ, രാജ്യങ്ങളുടെ സൈനികരെ ദാവീദ് കീഴ്പ്പെടുത്തുന്നുണ്ട്. അവിടെയൊക്കെ വിജയം നേടിയത് ദൈവത്തിന്റെ സഹായത്താലായിരുന്നു എന്ന് ദാവീദിന് തികഞ്ഞ ബോധ്യമുണ്ടായിരുന്നു. ആത്മീയമായി പറഞ്ഞാൽ നമുക്കും പോരാട്ടമുണ്ട്. നമുക്കുള്ള പോരാട്ടം ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, പിശാചിന്റെ കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവയാണ്. പഴയ നിയമത്തിൽ ഉസിയ രാജാവ് തൻ്റെ സൈനികർക്ക് 6 വിധ ആയുധങ്ങൾ നൽകുന്നുണ്ട്. അതിൽ 3 പ്രതിരോധത്തിനും 3 പ്രത്യാക്രമണത്തിനുമായിരുന്നു. എഫേസ്യർ ലേഖനത്തിൽ കർത്താവ് ഇന്ന് തൻ്റെ സഭയ്ക്ക് നൽകിയിരിക്കുന്ന ആത്മീക ആയുധങ്ങളെക്കുറിച്ചും നമ്മൾ വായിക്കുന്നുണ്ട്. ഈ സങ്കീർത്തനത്തിൽ 4 വിധ കൈകളെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. വാക്യം 7-11, ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. വാക്യം 8, അവരുടെ വലങ്കൈ വ്യാജമുള്ള വലങ്കൈ ആകുന്നു.
മൂന്നാമത് പറയുന്ന കരം ഉയരത്തിൽ നിന്ന് നീട്ടുന്ന കരമാണ്. വാക്യം 7, ഉയരത്തിൽ നിന്ന് തൃക്കൈ നീട്ടി എന്നെ വിടുവിക്കണമേ. കരം എന്ന പദം നാലാമത് ഉപയോഗിച്ചിരിക്കുന്ന 1-ാമത്തെ വാക്യത്തിലാണ്. അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. ദാവീദ് ഒരു യോദ്ധാവായിരുന്നു. ദൈവത്തിന് വേണ്ടി ഒരു മനോഹരമായ ആലയം പണിയാൻ ദാവീദ് സർവാത്മന തയ്യാറായി. പക്ഷെ ദൈവം അതിനെ വിലക്കി. നീ യോദ്ധാവാകുന്നു, നീ വളരെ രക്തം ചീന്തിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചിന്ത കിന്നര വായനയിൽ നിപുണനായ ദാവീദ് എന്നുള്ളതാണ്. വാക്യം 9, ദൈവമേ, ഞാൻ നിനക്ക് പുതിയൊരു പാട്ട് പാടും. 10 കമ്പിയുള്ള വീണ കൊണ്ട് ഞാൻ നിനക്ക് കീർത്തനം പാടും. 10 കമ്പിയുള്ള വീണ. സംഗീതത്തിന് 7 സ്വരമാണുള്ളത്. സ, രി, ഗ, മ, പ, ത, നി. പിന്നെയും സ വരുന്നത് അത് അടുത്ത ഒരു ശ്രേണിയിലേക്ക് തിരികെയാണ്. ഈ 7 സ്വരങ്ങളെ ഒരു ഒക്ടേവ് എന്നാണ് അറിയപ്പെടുന്നത്. ആ 7 സ്വരങ്ങൾ കഴിയുമ്പോൾ അടുത്ത സ വരുമ്പോൾ അടുത്ത ഒക്ടേവ് തുടങ്ങുകയാണ്. വയലിന് 4 കമ്പിയുണ്ട്, ഗിറ്റാറിന് 6 കമ്പിയുണ്ട്. അതിൻ്റെ എല്ലാം സ്വരങ്ങൾ ഈ 7 സ്വരങ്ങളിൽ ചേർത്താണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. 10 കമ്പിയുള്ള വീണ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അത് ഒരു 1.5 ഒക്ടേവിനെ ആയിരിക്കാം ഉദ്ദേശിച്ചത്. മറ്റൊരു വ്യാഖ്യാനം പൊതുവെ പറയാറുള്ളത് കൈയുടെ 10 വിരലുകളെ അത് സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം സത്യമാണ്, നിപുണതയുള്ള ഒരു യോദ്ധാവായിരുന്നത് പോലെ തന്നെ വളരെയധികം നിപുണതയുള്ള ഒരു ഗായകനും സംഗീതജ്ഞനുമായിരുന്നു ദാവീദ്. കിന്നര വായനയിൽ അവനുള്ള നിപുണതയെക്കുറിച്ച് തിരുവെഴുത്തിൽ പല ഭാഗങ്ങളിലും പറയുന്നുണ്ട്. 1 ശമൂവേലിന്റെ പുസ്തകം 16:18 ദാവീദിനെ കുറിച്ച് ശൗലിന്റെ ഭൃത്യന്മാരിൽ ഒരുവൻ സാക്ഷ്യം പറയുകയാണ്. ബേത്ലഹേമിനായി ഇശായിയുടെ ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ കിന്നര വായനയിൽ നിപുണനും പരാക്രമശാലിയും യോദ്ധാവും വാക്ചാതുര്യമുള്ളവനും കോമളനും ആകുന്നു. യഹോവയും അവനോട് കൂടെ ഉണ്ട്. ശൗലിനെ ഭരിച്ചിരുന്ന ദൈവാത്മാവാണെങ്കിലും അവൻ ദൈവത്തിൻ്റെ ഹിതത്തിന് വിപരീതമായി പ്രവർത്തിച്ചതിനാൽ ദൈവത്തിൻ്റെ ആത്മാവ് അവനെ വിട്ടുമാറുകയും ദൈവം അനുവദിച്ചിട്ട് ദൈവം അയച്ച ഒരു ദുരാത്മാവ് അവനെ ബാധിക്കുകയും ചെയ്തു. ദുരാത്മബാധിതനായി രാജകൊട്ടാരത്തിൽ പലപ്പോഴും ശൗലിങ്ങനെ ഉറഞ്ഞു തുള്ളാറുണ്ട്. ആ വേളയിൽ ഈ കിന്നര വായനയിൽ നിപുണനായ ദാവീദിനെ വരുത്തി വീണ മീട്ടുമ്പോൾ, കിന്നരം വായിക്കുമ്പോൾ ശൗലിൽ നിന്ന് ദുരാത്മാവ് വിട്ടുമാറുകയും അവന് ആശ്വാസം ലഭിക്കുകയും ചെയ്യുമായിരുന്നു. 1 ശമൂവേൽ 16:23 ദാവീദ് കിന്നരം വായിക്കും, ശൗലിന് ആശ്വാസവും സുഖവും ഉണ്ടാകും, ദുരാത്മാവ് അവനെ വിട്ടുമാറും. 1 ശമൂവേൽ 18:10 ഇതുപോലെ ദാവീദ് കിന്നരം വായിക്കുന്ന വേളയിൽ ശൗലിൽ നിന്ന് ദുരാത്മാവ് വിട്ടുപോകുമായിരുന്നു എന്ന് വായിക്കുന്നുണ്ട്. ആരാധനാ വേളകളിൽ ആത്മീയ അന്തരീക്ഷങ്ങൾ ലഭ്യമാകേണ്ടതിന് കിന്നരങ്ങൾ മീട്ടുന്ന ആ സമ്പ്രദായം പലപ്പോഴും തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യഹോശാഫാത്തിന്റെ സൈനികർക്ക് വെള്ളം കിട്ടാത്ത വേളയിൽ അവർ ഏലിശയുടെ അടുക്കൽ വന്ന് ദൈവാലോചന ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഏലിശ പറയുന്നത് ഇങ്ങനെയാണ്, ഇപ്പോൾ ഒരു വീണക്കാരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. വീണക്കാരൻ വായിക്കുമ്പോൾ യഹോവയുടെ കൈ അവൻ്റെ മേൽ വന്നു. വീണ എന്ന പദത്തിന് ഇംഗ്ലീഷിൽ ഹാർപ്പ് അഥവാ കിന്നരം എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ദാവീദിന്റെ മേൽ ആ ദൈവാത്മ സാന്നിധ്യം വെളിപ്പെട്ടത് അവൻ കിന്നരം വായിച്ച് പാട്ടുപാടുമ്പോഴായിരുന്നു. കിന്നരം വായിക്കുക മാത്രമല്ല, സംഗീതങ്ങൾ രചിക്കുകയും ചിട്ടപ്പെടുത്തുകയും നല്ല ട്യൂണോടുകൂടെ അത് ആലപിക്കുകയും ചെയ്യുന്ന രീതി ദാവീദിന് ഉണ്ടായിരുന്നു. ശൗലും യോനാഥാനും മരിച്ച വേളയിൽ ദാവീദ് ഒരു ധനുർഗീതം എഴുതി അത് തൻ്റെ ആളുകളെ അഭ്യസിപ്പിക്കുകയും അത് പാടുവാനായി അവരോട് ആജ്ഞാപിക്കുകയും ചെയ്തതായി 2 ശമൂവേലിന്റെ പുസ്തകം 1:17 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ നാം സവിസ്തരം വായിക്കുന്നുണ്ട്. 2 ശമൂവേലിന്റെ പുസ്തകം 22-ാം അധ്യായം ദാവീദ് പാടിയ ഒരു സുദീർഘമായ ഗാനമാണ്. 2 ശമൂവേൽ 23-ന്റെ പ്രാരംഭ ഭാഗങ്ങളിൽ ദാവീദിന്റെ അന്ത്യവാചകങ്ങളാവിത് എന്ന് പറയുമ്പോൾ ഇസ്രായേലിന്റെ മധുരഗായകൻ എന്നും കൂടി വിശേഷിപ്പിച്ചിട്ടുണ്ട്.
പ്രൈസ് ദി ലോർഡ്. 150 സങ്കീർത്തനങ്ങളിൽ ഏകദേശം പകുതിയോളം സങ്കീർത്തനങ്ങൾ ദാവീദ് പാടിയിട്ടുള്ളതാണ് എന്ന് ഓർക്കുമ്പോൾ ദാവീദിന്റെ ആ സംഗീതത്തോടുള്ള അഭിവാഞ്ച, അതിലുള്ള നിപുണത അവിടെ തെളിയുകയും ചെയ്യുകയാണ്. 33-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യത്തിൽ അവന് പുതിയ പാട്ടുപാടുവിൻ, ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിപ്പീൻ എന്ന് വായിക്കുകയാണ്. സംഗീതോപകരണങ്ങൾ വെറുതെ കൊട്ടുകയല്ല, മീട്ടുകയല്ല, നന്നായി ഘോഷസ്വരത്തോടെ അതിൻ്റെ ശ്രുതിയും ലയവും എല്ലാം ചേർത്ത് വേണം ദൈവസന്നിധിയിൽ പാടുവാൻ. ഈ സംഗീത അഭിരുചി ഉണ്ടായിരുന്ന ദാവീദ് സംഗീതജ്ഞന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും പല വേളകളിലും ആലയത്തിലെ ആത്മീയ ആരാധനയുടെ വേളകളിൽ അഭ്യാസം സിദ്ധിച്ചവരെ വിന്യസിക്കുകയും ചെയ്യുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. ചില വേദഭാഗങ്ങൾ ശ്രദ്ധിക്കുക. 1 ദിനവൃത്താന്തം 15:16. പിന്നെ ദാവീദ് ലേവ്യരിലെ പ്രധാനന്മാരോട് വീണ, കിന്നരം, കൈത്താളം എന്നീ വാദ്യങ്ങളാൽ സന്തോഷനാദം ഉച്ചത്തിൽ ധ്വനിപ്പിക്കേണ്ടതിന് സംഗീതക്കാരായ തങ്ങളുടെ സഹോദരന്മാരെ നിർത്തുവാൻ കൽപ്പിച്ചു. 1 ദിനവൃത്താന്തം 23:5. 4000 പേർ സ്തോത്രം ചെയ്യേണ്ടതിന് ദാവീദ് ഉണ്ടാക്കിയ വാദ്യങ്ങളാൽ യഹോവയെ സ്തുതിക്കുന്നവരും ആയിരുന്നു. 1 ദിനവൃത്താന്തം 25:5 വാക്യം. യഹോവയ്ക്ക് സംഗീതം ചെയ്യുവാൻ അഭ്യാസം പ്രാപിച്ച നിപുണന്മാരുടെ സകല സഹോദരന്മാരുമായി അവരുടെ സംഖ്യ 288. പിൽക്കാല ചരിത്രത്തിൽ ശലോമോനും ഹിസ്കിയ രാജാവും ഒക്കെ ആലയത്തിൽ സംഗീതജ്ഞന്മാരെ നിയമിക്കുന്നുണ്ട്. 2 ദിനവൃത്താന്തം 5:1, 12, 13 വാക്യങ്ങൾ. ഇങ്ങനെ ശലോമോൻ, ആസാഫ്, ഹേമാൻ, യെദൂഥാൻ എന്നിവരും അവരുടെ പുത്രന്മാരും സഹോദരന്മാരുമായി സംഗീതക്കാരായ ലേവ്യരെല്ലാവരും ചണവസ്ത്രം ധരിച്ചും കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും പിടിച്ച് യാഗപീഠത്തിന് കിഴക്ക് കാഹളം ഊതിക്കൊണ്ടിരുന്ന 120 പുരോഹിതന്മാരോട് കൂടെ നിന്നു. പിന്നെ യെഹിസ്കിയ രാജാവും പ്രഭുക്കന്മാരും ലേവ്യരോട് ദാവീദിന്റെയും ആസാഫ് ദർശകന്റെയും വചനങ്ങളാൽ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാൻ തലകുനിച്ച് നമസ്കരിച്ചു എന്ന് വായിക്കുകയാണ്. ചുരുക്കത്തിൽ ഇവിടെയെല്ലാം ദാവീദ് മനോഹരമായി പാട്ടുപാടുന്നു, നല്ല പാട്ടുകൾ എഴുതി ആളുകളെ കൊണ്ട് പാടിപ്പിക്കുന്നു, ആലയത്തിൽ സംഗീതജ്ഞന്മാരെ നിയമിക്കുന്നു. പിൽക്കാലത്ത് ശലോമോനും ഹിസ്കിയാവും ഒക്കെ ആ നല്ല ചര്യ ആവർത്തിക്കുന്നതായി, അനുവർത്തിക്കുന്നതായി നാം കാണുകയാണ്. ദൈവത്തെ പാടി സ്തുതിക്കാനുള്ള ദാവീദിന്റെ ഹൃദയത്തിന്റെ വാഞ്ച, ആ വെമ്പലാണ് ഇവിടെയൊക്കെയും നമുക്ക് ദർശിക്കാനാവുന്നത്. 3-ാമത്തെ പ്രധാനപ്പെട്ട ചിന്ത പ്രാർത്ഥനാവീരനായ ദാവീദ് എന്നുള്ളതാണ്. ദാവീദ് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ദാവീദിന്റെ നിരവധി പ്രാർത്ഥനാ വിഷയങ്ങളിൽ ഈ സങ്കീർത്തനത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയും. പ്രധാനപ്പെട്ട ചില പ്രാർത്ഥനാ പദങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. 1, മറുപടി കിട്ടിയ ഒരു പ്രാർത്ഥനയാണ്. 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, തൃക്കൈ നീട്ടി എന്നെ വിടുവിക്കണമേ, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുക്കണമേ. ഇത് ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയ്ക്ക് ദൈവം പിന്നീട് ദാവീദിന് മറുപടി നൽകി എന്ന് വേണം മനസ്സിലാക്കാൻ. 18-ാം സങ്കീർത്തനം അതേപോലെ തന്നെ 2 ശമൂവേലിന്റെ പുസ്തകം 22-ാം അധ്യായത്തിലുള്ളതായി മുമ്പ് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. 23-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ദാവീദിന്റെ അന്ത്യവാക്കുകളാവിത് എന്ന് വായിക്കുന്നു. അപ്പോൾ 144-ന്റെ 7-ാമത്തെ വാക്യത്തിൽ താൻ പ്രാർത്ഥിച്ചത് തൃക്കൈ നീട്ടി എന്നെ വിടുവിക്കണമേ എന്നായിരുന്നു. 18-ാം സങ്കീർത്തനം 16-ാം വാക്യത്തിൽ ദൈവം അതിന് തനിക്ക് മറുപടി നൽകിയതായി നാം വായിക്കുന്നു. തൃക്കൈ നീട്ടി എന്നെ വിടുവിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? ദാവീദിന്റെ ജീവിതകാലത്ത് എന്നെങ്കിലും ജലപ്രളയത്തിന്റെ ക്ലേശം അനുഭവിക്കേണ്ടി വന്നതായി നാം വായിക്കുന്നില്ല. പിന്നെ ഇപ്പറയുന്ന പെരുവെള്ളം എന്ന പദം ജീവിതത്തിലുണ്ടായ അസാധാരണങ്ങളായ കഷ്ടതകളെയാണ് കാണിക്കുന്നത്. ഇയ്യോബിനോട് ഒരിക്കൽ എലീഫസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 22:11. നിന്നെ മൂടുന്ന
പെരുവെള്ളത്തെ നീ കാണുന്നില്ലേ? അപ്പോൾ പെരുവെള്ളം കഷ്ടതയാണ്. ദാവീദിന്റെ ജീവിതത്തിൽ ഒത്തിരി 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 കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ താൻ കടന്നുപോയ ആ യുദ്ധത്തിന്റെ കെടുതികൾ, ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങൾ, കൊട്ടാരം വിട്ടോടേണ്ടത് വന്ന അനുഭവങ്ങൾ, സ്വന്തം മകനെതിരായി വന്ന മാനസികമായ അവസ്ഥകൾ, ഇങ്ങനെ ഉണ്ടായ ആ വല്ലാത്ത കഷ്ടതകളിലെല്ലാം ദൈവം തന്നെ വിടുവിച്ചു എന്ന് ദാവീദ് പറയുകയാണ്. അവന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകിയതായി ദാവീദിന് ഉറപ്പുണ്ടായിരുന്നു. പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുക്കണമേ. മോശയുടെ ചെറുപ്രായത്തിൽ അവനെ വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ട്, രാജകൽപ്പന വിരോധമായിരുന്നത് കൊണ്ട്, ഒരു ഞാങ്ങണ പേടകത്തിനകത്ത് അകത്തും പുറത്തും കിരി തെച്ച് അതിനകത്ത് കുഞ്ഞിനെ വെച്ച് നൈൽ നദിയുടെ തീരത്ത് കൊണ്ടുപോയി ഞാങ്ങണച്ചെടിയുടെ ചുവട്ടിൽ വെച്ചതാണ്. 68-ാം സങ്കീർത്തനം 31-ാമത്തെ വാക്യത്തിൽ ഞാങ്ങണയുടെ ഇടയിലെ ദുഷ്ടജന്തുവിനെ ശാസിക്കണമേ എന്ന് വായിക്കുന്നു. ആ നൈൽ നദിയുടെ തീരത്ത് ധാരാളമായിട്ടുള്ള ഞാങ്ങണച്ചെടിയുടെ ചുവടുകളിൽ ഒരുപക്ഷെ തണുപ്പ് തേടി ചീങ്കണ്ണികൾ, മുതലകൾ കയറി കിടക്കാം. ആ മുതലകൾ ഒരുപക്ഷെ മോശക്കുഞ്ഞിനെ തിന്നുകളയാമായിരുന്നു. ആ വെള്ളത്തിന്റെ തിരത്തലിൽ അവൻ ഒലിച്ചു പോകാമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ദുർഗതി വരാൻ ദൈവം അനുവദിച്ചില്ല. അവനെ ഫറവോന്റെ പുത്രിയുടെ കണ്ണിൽ പെടുന്നു. അവൾ അവനിട്ട പേരിങ്ങനെയാണ്, ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവന് മോശെ എന്ന് പേരിട്ടു. പത്രോസ് ഒരിക്കൽ കടലിൽ മീതെ കർത്താവിനെ നോക്കിക്കൊണ്ട് നടന്നവനാണെങ്കിലും കാറ്റ് കണ്ട് പേടിച്ചു മുങ്ങി തുടങ്ങിയതിനാൽ അവന്റെ നോട്ടം തെറ്റിയതിനാൽ അവൻ ആ കടലിൽ താണുപോയി. കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് അവൻ നിലവിളിച്ചപ്പോൾ യേശു കൈ നീട്ടി അവനെ പിടിച്ചുയർത്തുകയുണ്ടായി. കർത്താവിന്റെ സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ എത്രയെത്ര കഷ്ടതകൾ നാം അനുഭവിക്കേണ്ടി വന്നു. അവിടെയെല്ലാം നമ്മെ വിടുവിച്ചത് നമ്മുടെ ദൈവമായിരുന്നു. ദാവീദിന്റെ മറ്റൊരു പ്രാർത്ഥന 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യഹോവേ, ആകാശം ചായിച്ചിറങ്ങി വരണമേ, പർവ്വതങ്ങൾ പുകയുവാൻ തക്കവണ്ണം അവയെ തൊടയണമേ. സ്വർഗത്തിൽ വസിക്കുന്ന മഹോന്നതനായ ദൈവം ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ദൈവം ഈ ഭൂമിയെ തൊട്ടാൽ ആ ഭൂമി പുകയുകയും ചെയ്യുമായിരുന്നു. 104-ാം സങ്കീർത്തനം 32-ാമത്തെ വാക്യം, അവൻ മലകളെ തൊടുന്നു, അവ പുകയുന്നു. യെശയ്യാപ്രവചനം 64-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, അയ്യോ, തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിന്റെ മുമ്പിൽ ഇളകി പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ദൈവം ആകാശം കീറി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അന്ന് ഭൂമിക്ക് സംഭവിച്ച സംഭവവികാസങ്ങൾ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 സംഭവങ്ങൾ ശ്രദ്ധിക്കുക. പുറപ്പാട് പുസ്തകം 3-ന്റെ 2-3 വാക്യങ്ങളിൽ ഹോരേബ് പർവ്വതത്തിൽ ദൈവം ഇറങ്ങി വരികയാണ്. മുൾച്ചെടി കത്തുന്നു, പക്ഷെ അത് കത്തിയമരുന്നില്ല. വിസ്മയകരമായ കാഴ്ച എന്തെന്ന് അറിയുവാൻ മോശെ അടുത്തിയെന്നപ്പോൾ തേജോമയനായ ദൈവം ആ തീയുടെ നടുവിൽ നിന്നുകൊണ്ട് മോശയോട് സംസാരിക്കുകയാണ്. ദൈവം ഇറങ്ങി വന്നപ്പോൾ അവിടെ തീ കാളുന്ന ഒരനുഭവം ഉണ്ടായി. മറ്റൊരു സംഭവം സീനായി മലയിൽ ദൈവം ഇറങ്ങി വന്നതാണ്. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 18-ാമത് വചനം, യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങുകയാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി, അതിന്റെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങി, പർവ്വതമൊക്കെയും ഏറ്റവും കുലുങ്ങി. എന്താണ് അവിടെ സംഭവിച്ചത്? മോശ പോലും ആ കാഴ്ച കണ്ടിട്ട് പേടിച്ചു പോയി. ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നു എന്ന് മോശയും പറയത്തക്ക വിധം ആ കാഴ്ച ഭയാനകമായിരുന്നു. എബ്രായർ 12:21. ജനമൊക്കെയും ഇടിമുഴക്കവും മിന്നലും കാഹളധ്വനിയും പർവ്വതം പുകയുന്നതും കണ്ടു. ജനം അത് കണ്ടപ്പോൾ വിറച്ചുകൊണ്ട് ദൂരത്തു നിന്നു. ഈ ദൈവത്തോടാണ് ദാവീദ് പ്രാർത്ഥിക്കുന്ന, ദൈവമേ, നീ ആകാശം ചായിച്ച് ഇറങ്ങി വരണമേ, പർവ്വതങ്ങൾ പുകയുവാൻ തക്കവണ്ണം അവയെ തൊടയണമേ എന്ന്. ആവർത്തന പുസ്തകം 33-ന്റെ 26-ാമത്തെ വാക്യം, യേശൂരിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല, നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ തന്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. ദാവീദിന്റെ മറ്റൊരു പ്രാർത്ഥനാ പദം ദൈവമേ അനുഗ്രഹിക്കണമേ എന്നുള്ളതാണ്. അനുഗ്രഹിക്കണമേ എന്ന് പറയുമ്പോൾ താൻ ഇവിടെ പല കൂട്ടരുടെ കാര്യം പറഞ്ഞിട്ട് അവരെല്ലാം അനുഗ്രഹിക്കണമേ എന്നാണ് പറയുന്നത്. വാക്യം 10, ദൈവമേ ദാവീദിനെ അനുഗ്രഹിക്കണമേ.
വാക്യം 12, ഞങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വളരുന്ന തൈകൾ പോലെയും ഞങ്ങളുടെ പുത്രിമാർ അരമനയുടെ മാതിരിയായി കൊത്തിയ മൂലത്തൂണുകൾ പോലെയും ഇരിക്കട്ടെ. ബാല്യത്തിലെ തൈകൾ തഴച്ചു വളരുന്നു. അരമനയുടെ തൂണുകൾ വളരെ സൗന്ദര്യമുള്ളതാണ്. ഇതുപോലെ ഞങ്ങളുടെ പുത്രന്മാർ യൗവനയുക്തരായി ശക്തിയുള്ളവരായി വളരട്ടെ. ഞങ്ങളുടെ പുത്രിമാർ സൗന്ദര്യമുള്ളവരായി വളരട്ടെ. അതിന് നിന്റെ അനുഗ്രഹം കൂടിയേ തീരൂ എന്ന് ദാവീദ് ഇവിടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. 13-ാമത്തെ വാക്യത്തിൽ കാർഷിക മേഖലയെ അനുഗ്രഹിക്കണമേ എന്ന് വായിക്കുന്നു. ഞങ്ങളുടെ കളപ്പുരകൾ വിവിധ ധാന്യം നൽകുവാൻ തക്കോണം നിറഞ്ഞിരിക്കട്ടെ. 13-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് മൃഗസമ്പത്തിനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളുടെ ആടുകൾ ഞങ്ങളുടെ പുൽപ്പുറങ്ങളിൽ 1000-ആയും 10,000-ആയും പെറ്റുപെരുകട്ടെ. ഞങ്ങളുടെ കാളകൾ ചുമക്കട്ടെ. മറ്റൊന്ന്, ദേശത്തിന്റെ സമാധാനത്തിന് വേണ്ടി താൻ പ്രാർത്ഥിക്കുന്നു. 14-15 വാക്യങ്ങൾ. മതിൽ തകർക്കുന്നതും പടയ്ക്ക് പുറപ്പെടുന്നതും ഞങ്ങളുടെ വീതികളിൽ നിലവിളിയും ഇല്ലാതിരിക്കട്ടെ. 144-ാം സങ്കീർത്തനമാണല്ലോ ഇന്ന് നമ്മൾ പഠിച്ചത്. 18-ാം സങ്കീർത്തനത്തോട് വളരെ സാമ്യമുള്ള ഈ സങ്കീർത്തനം ദാവീദ് മുഴുവൻ ഇസ്രായേലിനും രാജാവായതിനു ശേഷം പാടിയൊരു പാട്ടായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദാവീദിന്റെ ജീവിതാനുഭവങ്ങളുമായി ബന്ധമുള്ള 3 പ്രധാന ചിന്തകൾ നമുക്കിതിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. ഒന്ന്, യോദ്ധാവായ ദാവീദ് എന്നുള്ളതാണ്. ദാവീദ് ഒരു യോദ്ധാവായിരുന്നു. എന്നാൽ തനിക്ക് പരിശീലനം ലഭിച്ചത് ശൗലിന്റെ സൈനിക ക്യാമ്പിൽ നിന്നല്ല. അവന്റെ സഹോദരന്മാർക്ക് അങ്ങനെയുള്ള അഭ്യസനം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ആട്ടിടയനായിരുന്ന ദാവീദിന് അഭ്യസനം നൽകിയത് സ്വർഗത്തിലെ ദൈവമായിരുന്നു എന്ന ഉറപ്പ് തനിക്കുള്ളത് കൊണ്ടാണ് എൻ്റെ കൈകളെ യുദ്ധത്തിനായും എൻ്റെ വിരലുകളെ പോരിനായും അവൻ അഭ്യസിപ്പിക്കുന്നു എന്ന് ദാവീദ് പറയുന്നത്. ഒരു പടയാളിക്ക് പരിശീലനം അത്യന്താപേക്ഷിതമാണ്. പരിശീലനം ലഭിക്കാത്തവൻ അമ്പയെ പരാജയപ്പെടും. അതുപോലെ തന്നെ അവന് പരിശീലനം നൽകിയത് ആരെ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ദാവീദിന് പരിശീലനം നൽകിയത് സ്വർഗസ്ഥനായ ദൈവമാണെന്ന ബോധ്യം ദാവീദിനുണ്ടായിരുന്നു. നമുക്കും ആത്മീയമായ പോരാട്ടങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടുമല്ല. 2, കിന്നര വായനയിൽ നിപുണനായ ദാവീദ് എന്നുള്ളതാണ്. ശൗലിന് മേൽ ഭരിച്ചിരുന്ന ദൈവാത്മാവിനെ വിട്ടുമാറുകയും ദുരാത്മാവ് ബാധിക്കുകയും ചെയ്തപ്പോൾ കിന്നര വായനയിൽ നിപുണതയുള്ള ദാവീദിനെ കൊട്ടാരത്തിലേക്ക് വരുത്തി. അവൻ കിന്നരം വായിക്കുമ്പോൾ ശൗലിന് ദുരാത്മാവ് വിട്ടുമാറുകയും അവന് ആശ്വാസം ലഭിക്കുകയും ചെയ്യുമായിരുന്നു. ദാവീദ് നിപുണതയുള്ള ഒരു ഗായകനായിരുന്നു. പെട്ടെന്ന് പാട്ടുകൾ എഴുതുകയും അത് ചിട്ടപ്പെടുത്തുകയും പാടുകയും മാത്രമല്ല, അത് മറ്റുള്ളവരെ കൊണ്ട് ഭംഗിയായി പാടിക്കുകയും ചെയ്യുമായിരുന്നു. ദൈവത്തിന്റെ ആലയത്തിൽ സംഗീതജ്ഞന്മാരെ നിയമിക്കുന്നതിൽ ശുഷ്കാന്തി ദാവീദ് പല പ്രാവശ്യം കാണിക്കുന്നുണ്ട്. ഗായക സംഘത്തിൽ 100 കണക്കിന് ആളുകളെ ഉൾപ്പെടുത്തിയതായും നമ്മൾ വായിക്കുന്നു. ആ നല്ലയായ ചിട്ടയുള്ള ശീലം പിൽക്കാലത്ത് ശലോമോനും യെഹിസ്കിയാവും ഒക്കെ തുടർന്നതായും നാം ചരിത്രത്തിലൂടെ പഠിക്കുകയുണ്ടായി. 3, പ്രാർത്ഥനാവീരനായ ദാവീദ് എന്നുള്ളതാണ്. ജീവിതത്തിന്റെ ഏത് ദുർഘട മേടുകളിലും ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയാൽ അവൻ വിജയം നേടി മുന്നോട്ട് പോകുമായിരുന്നു. ഉയരത്തിൽ കൈനീട്ടി എന്നെ വിടുവിക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി. ഉയരത്തിൽ കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്നെ വലിച്ചെടുത്തു എന്ന് 18-ാം സങ്കീർത്തനം 16-ാമത്തെ വാക്യത്തിൽ ദാവീദിന്റെ അന്ത്യവാക്കുകളിൽ ഉച്ചരിക്കുന്നതായി നാം കാണുകയുണ്ടായി. മോശയെയും പത്രോസിനെയും ഒക്കെ വെള്ളത്തിൽ വലിച്ചെടുത്ത ചരിത്രവും നാം കാണുകയുണ്ടായി. സ്വർഗത്തിൽ വസിക്കുന്ന ദൈവമേ, നീ ഭൂമിയിലേക്ക് ഇറങ്ങി വരണമേ. അങ്ങനെയായാൽ നിന്റെ സ്പർശനമുണ്ടായാൽ ഈ പർവ്വതങ്ങൾ പുകയും എന്ന് ദാവീദ് മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ഹോരേബിൽ ദൈവം ഇറങ്ങി വന്നപ്പോൾ അവിടെ വലിയ അഗ്നിജ്വാല മോശ ദർശിക്കുകയാണ്. സീനായി പർവ്വതത്തിൽ ദൈവം ഇറങ്ങി വന്നപ്പോൾ ആ പർവ്വതം പോലും കുഞ്ഞാടുകളെ പോലെ തുള്ളുകയുണ്ടായി. ജനം പോലും പേടിച്ചുപോയി, മോശ പോലും പേടിച്ചുപോയി. ആ മഹാഭയങ്കരനായ ദൈവത്തോട്, ദൈവമേ, ഞങ്ങളുടെ അടുക്കിലേക്ക് അവിടുന്ന് ഇറങ്ങി വരണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. തന്റെ നിസ്സാരത്വം മനസ്സിലാക്കി ദൈവമേ അനുഗ്രഹിക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നു. ദാവീദിന്റെ പ്രാർത്ഥനയിൽ തൻ്റെ കാര്യം മാത്രമല്ല, തൻ്റെ പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാര്യം, തൻ്റെ കാർഷിക മേഖലയുടെ കാര്യം, തൻ്റെ മൃഗസമ്പത്തിൻ്റെ കാര്യം
ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ദൈവത്തോട് അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നത്. നമുക്കും ജീവിതത്തിൽ പ്രാർത്ഥനാനുഭവമുള്ളവരായി തീരാൻ ഈ ചിന്തകൾ പ്രചോദനമായി മാറട്ടെ. 1 യോഹന്നാൻ 5:14 അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമായിരിക്കും. റോമാലേഖനം 12:12 പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പി. ഈ സങ്കീർത്തനത്തിലെ അവസാന വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടെ വായിച്ചു കേൾപ്പിക്കാം. ഈ സ്ഥിതിയിലിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്, യഹോവ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത് തന്നെ. സന്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും